കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മുൻപായി കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാനും അവിടത്തേക്ക് നന്ദി പറയാനും അവിടെ നൽകുന്ന എല്ലാ ദിവസങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ ഗാഠമായൊരു ഉറപ്പാണത്. ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്? എനിക്കത് അറിയാം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അറിവ് നമ്മളെ ശക്തമായി മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കും. ലോകത്തിലെ നേതാക്കന്മാരെയോ അധികാരങ്ങളെയോ ധനാഢ്യരെയോ ഒന്നുമല്ല നാം വിശ്വസിച്ചിരിക്കുന്നത്. വാക്ക് പറഞ്ഞാൽ മാറാത്ത, വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനായ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവിനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. സ്തോത്രം. മരണത്തെ ജയിച്ചവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ആ ദിവസം വരെ എന്നെ കാക്കും എന്നൊരു ഉറപ്പ്. എന്ന് വെച്ചാൽ പകുതി വഴിക്ക് അസ്തമിച്ചു പോകാനോ ഇല്ലാതായി പോകാനോ ഇട്ടേച്ചു പോകുന്നതോ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതോ ആയ ഒരു ദൈവത്തെ അല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ ഒരു ഉറപ്പ് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആരാണ് എന്നെ നടത്തുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തു, അവിടുത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അവിടുന്നാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ദിവസം വരെ എന്നെ കാക്കും. ദുഷ്ടങ്ങളിൽ നിന്ന് തന്നെ കാക്കും, ലോകത്തിൽ നിന്ന് തന്നെ കാക്കും. അന്ധകാര മണ്ഡലങ്ങൾ തൊടാതെ വണ്ണം അവിടെ നിന്നെ കാക്കും. കാക്കുന്നവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മയങ്ങാത്തവനാണ്, ഉറങ്ങാത്തവനാണ്, ശാശ്വത ഭുജങ്ങളിൽ വഹിക്കുന്നവനാണ്, മുമ്പേ പുറപ്പെടുന്നവനാണ്, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവനാണ്, കുറവ് തീർന്ന വഴിയിലൂടെ നടത്തുന്നവനാണ്. അവിടുത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവനെൻ്റെ ഉടയവനാണ്. പൗലോസ് പറയുന്നു, ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവ്. സ്തോത്രം. ഉടയവൻ. നമുക്കൊരു ഉടമസ്ഥനുണ്ട് കേട്ടോ. വിലയില്ലാത്തവരെന്ന് ലോകം പറയുമ്പോഴും സ്വർഗം നമ്മളെ വിലയ്ക്ക് വാങ്ങി കൽവറിയിലൂടെ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് സ്വന്തം തോളിന്മേൽ തലച്ചായച്ച എനിക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അകർത്യം മോചിച്ച സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുക്കുന്ന ആ കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അവിടത്തേക്ക് ഇന്ന് പകരൊന്ന് സ്തോത്രം ചെയ്യാമോ? അനേക പ്രസംഗങ്ങൾ കേട്ട ഒരു ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. നിരവധി തവണ നമ്മൾ കേട്ട ഭാഗമാണ്. റോമൻ ലേഖനം 4:19 അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവരുടെ ജീവിതത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടത് പരസ്യമായി അവിടെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ശരീരവും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഡെഡായി. നിർജീവം എന്ന് പറഞ്ഞാൽ ഡെഡായി പോയി, ചലനമറ്റു. ഇനിയും ഒരു വാക്തത്വത്തിന് അത് യോഗ്യമല്ല. മനുഷ്യമായി പറഞ്ഞ ഡെഡായി പോയി. ആ സാറയുടെ ഗർഭപാത്രവും ഡെഡായി. അതല്ല നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്നത്. ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന സാധ്യത നഷ്ടപ്പെട്ടു എന്നാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവരിരുവരും വയസ്സ് എന്നവരായിരുന്നു. ആര്? സക്കറിയാവ് എലിസബത്ത് ദമ്പതിമാർ. അപ്പോൾ സാധ്യത നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉണ്ടാകാൻ ഉള്ള സാധ്യതയില്ല. പക്ഷേ അവർ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് ആയിരുന്നു, സക്കറിയാവ് എലിസബത്ത് ദമ്പതികൾ. പക്ഷേ അവർ വയസ്സ് എന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ സാധ്യത നഷ്ടപ്പെട്ടു. ഇവിടെയും ദൈവാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിർജീവമായി പോയി. മാനുഷികമായ ഒരു ഇടപെടലിലും ഇതിനെ ജീവിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, മാനുഷികമായ ഒരു സാധ്യതകൾക്കും നിങ്ങളുടെ വിഷയങ്ങളെ ജീവിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തന്റെ കരം എല്ലാവരും പരാജയമെന്ന് പറഞ്ഞയിടത്ത് ഈ പകൽ ചലിച്ചാൽ ഡെഡായ നിന്റെ വാക്തത്വങ്ങൾ ജീവൻ വെക്കും. നിർജ്ജീവമായ നിന്റെ ശരീരം ജീവൻ വെക്കും. നിർജ്ജീവമായ സാറയെ നിന്റെ ഗർഭപാത്രം ജീവൻ വെക്കും. വാക്തത്വം പുറത്തു വരും. എലിസബത്തെ, നിർജ്ജീവമായ നിന്റെ ഗർഭപാത്രം ജീവൻ വെക്കും. എലിസബത്ത്, അതുകൊണ്ട് നീ നിന്ദിക്കപ്പെടുന്നില്ലേ? സക്കറിയാവേ, നിർജ്ജീവമായ നിന്റെ ശരീരം ജീവൻ വെക്കും. സയനമായി അസ്തമിച്ചു, പക്ഷേ അസ്തമിക്കാത്ത ഒരു വാക്തത്വം, ഒരു വചനം നിനക്കു വേണ്ടി ഈ പകൽ വെളിപ്പെടുത്തി നിന്റെ ശരീരത്തിൽ ആ വചനത്തിൻ്റെ ശക്തി അയച്ച് നിന്റെ വാക്തത്വങ്ങളെ ജീവിപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഒരാശ്ചര്യമാക്കണമെങ്കിൽ അത് ഡെഡായേ മതിയാകുകയുള്ളൂ. അത് സാധ്യതയില്ലെന്ന് പറഞ്ഞെങ്കിലേ മതിയാകുകയുള്ളൂ. സാധ്യത ഉണ്ടെങ്കിൽ അതൊരു അത്ഭുതമല്ല, അതിശയമല്ല. സാധ്യതകൾ നഷ്ടപ്പെട്ട് ഡെഡായത് ജീവൻ വെച്ച് പുറത്തു വരുമ്പോൾ നിന്റെ മടിയിൽ വാക്തത്വങ്ങൾ ഇരിക്കുമ്പോഴാണ് ലോകം പറയുന്നത് ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന്. ജാതികളുടെ ഇടയിൽ പോലും പറഞ്ഞു എന്ന് 126 സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന പോലെ യഹോവ അവരിൽ വൻകാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടിച്ചു വരട്ടെ. ഇത്രയും സാധ്യതകൾ നെഗറ്റീവായിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ചിന്ത അതാണ്. സാധ്യതകൾ എതിരാകുമ്പോൾ, പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോൾ, നോ എന്ന് എങ്കിലടുത്തെന്ന് കേൾക്കുമ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഇതിൻ്റെ നടുവിലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സമൂഹം എഴുന്നേൽക്കുമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകൻ ഇന്നു പകൽ നിങ്ങളുടെ വാക്തത്വങ്ങളെ പുറത്തേക്കെടുപ്പിക്കും, പുറത്തേക്ക് കൊണ്ടുവരും. ക്ഷണിക്കരുത്. ലോകത്തിൻ്റെ ശബ്ദം കേട്ട്, സാഹചര്യങ്ങൾ കണ്ട നമുക്ക് പറ്റിയ പരാജയം നമ്മൾ വിശ്വാസത്തിൽ ക്ഷണിച്ചു പോയി. പേര് വിശ്വാസികൾ. നോക്കിയപ്പോൾ എല്ലാം ഡെഡല്ലേ? ആ ഒറ്റ പദമാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ ക്ഷണിക്കരുത്. അടഞ്ഞു വാതിൽ, നിൽക്കാൻ രക്ഷയില്ല, തകർന്നു തരിപ്പണമായി. എല്ലാവരും പറയുന്നു ഇനിയും രക്ഷയില്ല. ദാവീദിനെ നോക്കിയും പലരും പറഞ്ഞില്ലേ ദൈവത്തിങ്കിൽ പോലും രക്ഷയില്ല. പക്ഷേ അവിടെ ആ മനുഷ്യൻ പറയുക, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് തന്നെ എൻ്റെ വൈരികളെ മതിച്ചുകളെ. മറ്റടുത്ത് പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, നിന്നാൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞ ചെല്ലും. ഇവിടെ ഭക്തൻ ക്ഷീണിച്ചില്ല.
കാരണം ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി താൻ അറിഞ്ഞു. മരിച്ചവരെ ജീവിപ്പിക്കുന്ന എന്നുവെച്ചാൽ ഡെഡായി പോയ എൻ്റെ ശരീരത്തെ വാഗ്ദത്തം പുറത്തേക്ക് വരാൻ കഴിയാതെ വണ്ണം നിർജീവമായി പോയ സാറയുടെ ഗർഭപാത്രത്തെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി അകത്ത് അഗാധമായ അറിവ് വന്നപ്പോൾ വിശ്വാസത്തിൽ തനിക്ക് ക്ഷീണിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മൾ എന്തുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നു? സഹോദരങ്ങളെ, എന്തുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നു? ഈ അറിവ് നമ്മുടെ അകത്ത് വരുന്നില്ല. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. സാഹചര്യങ്ങൾ കണ്ട് ഹോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പലരുടെയും വാക്ക് കേട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ സംജാതമാകുമ്പോൾ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടത് വിശ്വാസത്തിൽ ശക്തരാകുന്ന, ആരോഗ്യമുള്ളവരാകുന്ന, ശോഷിക്കാത്ത, തളർന്നു പോകാത്ത ഒരു സമൂഹമുണ്ടോ? ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നിങ്ങൾ കാണും. അഭിഷക്തന്മാരെ, നിങ്ങളത് അനുഭവിക്കും. കുടുംബങ്ങളെ നിങ്ങൾ സ്വായത്തമാക്കും. പറ, ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ധൈര്യത്തോട് പറയാമോ? ദൈവാത്മാവ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വാഗ്ദത്തത്തെ തൊടും. ജീവൻ വെക്കും, പുറത്തു വരും, നിങ്ങളുടെ മടിയിലേക്ക് അത് തരും. നിങ്ങളതെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ലോകത്തിന് ചില വാക്കുകൾ കേട്ട് നിരാശപ്പെടാതെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. പ്രഖ്യാപിക്കണം, യോബ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, കാത്തിരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ജീവിക്കാൻ പോകുക, ഞാൻ എഴുന്നേൽക്കാൻ പോകുക, ഞാൻ നടക്കാൻ പോകുക, ഞാൻ മൂവ് ചെയ്യാൻ പോകുക, ഞാൻ ദൈവമഹത്വം കാണാൻ പോകുക. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പകൽ അവിടുത്തെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു പോയ, നടക്കത്തില്ലെന്ന് പറയുന്ന, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത് വേദനയായി മാറിയല്ലോ എന്ന് പറയുമ്പോൾ, സാധ്യതകൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ, ലോകം പറയുമ്പോൾ, അടഞ്ഞു എന്ന് പറയുമ്പോൾ, ഇനിയും എനിക്കൊരു പ്രവൃത്തി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരസ്പരം നിരാശയുടെ വാക്ക് പറയാതെ വിളിച്ചു പറ, ഞങ്ങളിവിടെ ക്ഷീണിക്കില്ല. ഞങ്ങളുടെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തികൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, മറന്നുപോകരുത്, ക്ഷീണിക്കരുത്. ക്ഷീണിച്ചു പോകാതിരുന്നാൽ, തളർന്നു പോകാതിരുന്നാൽ വലിയ മിറക്കിൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്കുണ്ടാവും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.